പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം. സ്വപ്നങ്ങളുടെ കാലുകളിൽ സ്കേറ്റിംഗ് വീലുകൾ ഘടിപ്പിച്ചാണ് യുവത്വം സഞ്ചരിക്കുന്നത്. അത് അന്നായാലും ഇന്നായാലും. മുൻപിൻ നോട്ടമോ രണ്ടാമതൊരു ചിന്തയോ ഉണ്ടാവില്ല. എടുത്തുചാട്ടം എന്ന് മുതിർന്നവർ പറയും. ആരോടെങ്കിലും ഒരു വാക്ക് ചോദിക്കുകയോ തുറന്നു പറയുകയോ ചെയ്യുന്നതും അപൂർവം. മുതിർന്നവരാരും അറിയാതിരിക്കാൻ വേണ്ടുന്ന എല്ലാ മുൻകരുതലുകളും എടുക്കും. പൂച്ച പാല് കുടിക്കുന്നത് പോലാണ് കണ്ണടച്ച്. ആരും കാണുകയില്ലെന്ന് കരുതും. ശ്രീധരമേനോൻ്റെ മകൻ രവിയും സുഗുവിൻ്റെ മകൾ രമണിയും മറ്റ് സുഹൃത്തുക്കളുമായി ഒരു രാത്രിയിൽ ഒരുമിച്ച് കൂടാൻ പ്ലാൻ ഇടുകയാണ്. കഞ്ചാവും കറുപ്പും രുചിക്കാനും ആഘോഷിക്കാനുമായി. ആ ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഒരു സ്ഥാനം നൽകി ജിമ്മിനെയും അശോകിനെയും ക്ഷണിക്കാനായവർ എത്തുന്നു. ആപത്തെന്തെന്നറിയാതെ വിളക്കിനടുത്തേക്ക് പറന്നെടുക്കുന്ന ഈയാമ്പാറ്റകളെപ്പോലെ. വായിക്കാം. 4-ാം ഖണ്ഡം 1-ാം ഭാഗം 2-ാം അധ്യായം. തട്ടിൻ്റെ ചോട്ടിൽ തേങ്ങ കൂമ്പാരത്തിനടുത്തുള്ള പഴയ കസേലയിലിരുന്ന് സുജാക്കിനോടെന്തോ പറയുകയാണ് അശോക്. മുഖം കണ്ടാലറിയാം മടുപ്പിൻ്റെയും മുഷിവിൻ്റെയും ഒത്ത നടുക്കാണെന്ന്. ഹായ്, ജിം അഭിവാദ്യം ചെയ്തു. അശോക് പ്രത്യഭിവാദം ചെയ്തില്ല. അലസമായൊരു നോട്ടം നോക്കി സുജാക്കിനോട് വർത്തമാനം തുടർന്നു. സുജാക്ക് ശരി ശരിയെന്ന് തല കുലുക്കിക്കൊണ്ട് പതുക്കെ പിൻവലിഞ്ഞു. ഹായ്, ജിം വീണ്ടും അഭിവാദ്യം ചെയ്തു. നോമി? അശോക് തോളെന്ന് കുലുക്കുക മാത്രം ചെയ്തു. വാട്ട്സ് ഈറ്റിംഗ് യു മാൻ? അശോക് കാർക്കിച്ചു തുപ്പുന്നത് പോലെ തുടർന്നു. ഐ ആം സോങ്ഡ് മാൻ. റിലാക്സ്. ജിം തൂണി ചാരി നിന്നു. വാറ്റ് ഹാപ്പൻഡ്? അശോക് മറുപടി പറയാതെ അലസമായി തുറച്ചു നോക്കി, താടിയിലെ രോമങ്ങൾ നുള്ളി വലിച്ചുകൊണ്ട്. ഓൺ എ ഡൗൺ ട്രിപ്പ്? ജിം തുടർന്നു. കം ടെൽ ഡാഡി. ടെൽ യു വാട്ട്? അശോക് കഴുത്ത് വെട്ടിച്ച് തല മാടി ഒതുക്കി. ഗോട്ട് എ ജോയിൻറ്റ്? എന്നാലത് എടുക്കാം, പക്ഷേ ഇവിടെ വെച്ച് വലിക്കാൻ പറ്റില്ല. നിന്റെ ഗുരു. നമുക്ക് മറ്റെവിടെയെങ്കിലും പോകാം. എനിക്ക് കിഴവച്ചാരി വരുന്നതുവരെ കാത്തിരിക്കണം. കാറിൽ മടക്കി കൊണ്ടുപോകണം. ആവശ്യമില്ല, പപ്പാഡോക്കിനെ ഗുരു കൊണ്ടുപോയി ആക്കിക്കൊള്ളും. നിന്നോട് മടങ്ങിപ്പൊക്കോളാൻ പറഞ്ഞു നിന്റെ അച്ഛൻ. ഉവ്വോ? ബ്യൂട്ടിഫുൾ മാൻ, ബ്യൂട്ടിഫുൾ. അശോക് ചാടി എണീറ്റു. വാട്ട് ആർ വി വെയിറ്റിംഗ് ഫോർ? കം ലെറ്റ്സ് സ്കൂട്ട്. ഓക്കെ, ഞാൻ സാധനം എടുത്തിട്ട് വരാം. വേഗം. അശോക് കീശയിൽ നിന്ന് കാറിൻ്റെ താക്കോൽ കൂട്ടവും എടുത്ത് അമ്മാനമാടി. വേഗമാവട്ടെ, ഒന്ന് പുകയ്ക്കാൻ കൊതിച്ച് ചാവുകയാണ് ഞാൻ. ഇതാ എത്തിക്കഴിഞ്ഞു. കോണി കയറുന്നതിനിടയിൽ പിന്നോക്കം നോക്കി വിളിച്ചു പറഞ്ഞു. കാർ തിരിച്ചിട്ടോ? പുക മേലോട്ട് ഊതി പറപ്പിച്ചുകൊണ്ട് അശോക് പറഞ്ഞു. ഹാവു, അല്പം ആശ്വാസം തോന്നുന്നു. ഇന്ന് ആദ്യത്തെയാണ്. കയ്യിലിരിപ്പ് ഇന്നലെ രാത്രി കഴിഞ്ഞു. ഞാൻ വളരെ നാൾ കൂടിയിട്ടാണ് വലിക്കുന്നത്. ജിം നാക്കുകൊണ്ട് ചുണ്ടു നനച്ചു. കയ്യിരിപ്പ് കഴിഞ്ഞെങ്കിൽ നിനക്ക് രാവിലെ വരാമായിരുന്നില്ലേ? അതല്ലേ സൊല്ല. അശോക് മരത്തിൽ ചാരിയിരുന്നു. ഈ നശിച്ച കുടുംബ ബന്ധങ്ങളിൽ നിന്ന് ഓടി ദൂരെ പോയാലേ രക്ഷയുള്ളൂ. എനിക്ക് മടുത്തു. എന്തുപറ്റി? എൻ്റെ ചേട്ടനെ അറിയില്ലേ? അദ്ദേഹത്തിൻ്റെ മഹാറാണിക്ക് കുറേ നാളായി സുഖമില്ല. ഇന്നിത്തിരി കൂടുതലായി. അതുകൊണ്ട് കുറേ ഓടി നടക്കേണ്ടി വന്നു. വാട്ട് എ ഡ്രാഗ് മാൻ. ഓഹോ, അതുപോട്ടെ, സാരല്ല. ഭയം അതല്ല. മറ്റേ പ്ലാൻ ഇന്നോ നാളെയോ ശരിയാവും. ആ പരിപാടി പൊളിയുമോ എന്നാണ്. ശരിപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ പൊളിയാനാ? അതല്ലേ കുഴപ്പം. എന്നോട് വീട് വിട്ട് ഇടം വല്ലം തിരിയരുതെന്നാണ് കൽപ്പന. ഞാനാണല്ലോ ഇപ്പോൾ ഔദ്യോഗിക ഡ്രൈവർ. ചേട്ടത്തിയമ്മയെ കോലാലംപൂർക്ക് കൊണ്ടുപോകേണ്ടി വന്നേക്കും. അമ്മയുടെ കൽപ്പനയാണ്. അല്ലെങ്കിൽ സാരമില്ലായിരുന്നു. എൻ്റെ മടിശീലയുടെ ചരട് അമ്മയുടെ കയ്യിലാണല്ലോ. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നീ എന്തിനാ ക്ലേശിക്കണത്? നിന്റെ ചേട്ടൻ എന്ത് പറ്റി? മൂപ്പരല്ലേ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്? അശോക് കൂടുതലൊന്നും പറയാതെ താടിരോമം നുള്ളി വലി തുടർന്നു. അമർഷവും അവജ്ഞയും ഉള്ളിൽ കിടന്ന് തിളയ്ക്കുന്നുണ്ടെന്ന് മുഖഭാവം വ്യക്തമാക്കി. ജിം പുല്ലിൽ ചമ്രം പടിഞ്ഞിരുന്ന് സിഗരറ്റ് വലിച്ച് പുക ഉണ്ടയുണ്ടയായി മുയിലോട്ടൂതി. മരച്ചില്ലകൾക്കിടയിലൂടെ തൂലിക നീട്ടിയിരുന്ന സൂര്യൻ പുകച്ചുരുളുകളിൽ സൈക്കിഡിലിക് ചിത്രങ്ങൾ എഴുതുന്നത് കാണാൻ കൗതുകപരമായിരുന്നു. വെയിലിൻ്റെ ചൂടും പ്രകാശവും കുറഞ്ഞിരുന്നില്ല. പെട്രോൾ ബങ്കിനപ്പുറത്തെ ആമോയ് തെരുവ് ഉച്ചമയക്കത്തിൽ തന്നെയാണ്.
വല്ലപ്പോഴും ഒരു പേച്ച് മണികിലുക്കിക്കൊണ്ട് കടന്നു പോകുന്നതല്ലാതെ ഒരനക്കവുമില്ല. ഈ പുല്ലിലിങ്ങനെ മലർന്നു കിടന്ന് മയങ്ങാൻ നല്ല സുഖമായിരിക്കും. ചാരം തട്ടിക്കളഞ്ഞ് സിഗരറ്റ് വീണ്ടും ചുണ്ടത്തേക്ക് ഉയർത്തി. ഇളം ചൂടുള്ള പുക പിന്നെയും പിന്നെയും ശ്വാസനാളത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ നല്ല ഉന്മേഷം തോന്നി. കുറേ നാളായല്ലോ അനുഭവിച്ചിട്ട്. ഒരാഴ്ചയായി തൊണ്ട നനയ്ക്കാത്തവന് ഒരു വീപ്പ വീഞ്ഞു കിട്ടിയതുപോലെയാണ് തോന്നുന്നത്. വലിച്ചിട്ടും വലിച്ചിട്ടും മതി വരുന്നില്ല. ശരീരത്തിലെ ഓരോ അണുവും പുകയ്ക്ക് വേണ്ടി ദാഹിക്കുകയാണ്. ചുട്ടുപഴുത്ത മണൽ മഴത്തുള്ളികളെ വലിച്ചെടുക്കുന്നത് പോലെ വലിച്ചെടുക്കുകയാണ്. എന്തോ ഒരു തോന്നലിന് വേണ്ടെന്ന് വെച്ചത് തീർച്ചയായും വിഡിത്തമായിരുന്നു. രാജിയുടെ അമ്മ, രാജി, ശല്യപ്പെടുത്താതിരിക്കൂ. അശോക് ഈർച്ചയോടെ പറഞ്ഞു, മനസ്സിലെന്തോ ഉറപ്പിച്ചതുപോലെ. ചേട്ടൻ്റെ ചുമതലയാണ്. ഞാൻ ഇന്ന് അത് മുഖത്തു നോക്കി പറയും. എന്നെ വലച്ച് അധികം സുഖിക്കണ്ട. സുഖിക്കുകയോ? ഞാൻ അങ്ങേരുടെ ഭാര്യയ്ക്ക് വേണ്ടി ഓടി നടക്കുമ്പോൾ മൂപ്പര് രസമായി സുഖിച്ചു കൂടിയിരിക്കാണ്. യു നോ ഹീസ് ബാളിങ് എ ചൈനീസ് ചിക്ക്. എന്ത്? ഞാൻ പറഞ്ഞത് സത്യമാണ്. അവൾ ഒന്നാന്തരം ചരക്കാണ്. എൻ്റെ ചേട്ടത്തിയമ്മയെ പോലെ ഒരു കുന്നു മാംസമല്ല, റിയൽ ഗ്രൂവി ചിക്ക്. അശോകിനെ അമ്പരപ്പോടെ നോക്കി. റിയൽ ഗ്രൂവി ചിക്ക്. അത് പറയുമ്പോൾ അവൻ കൊതിയോടെ ചുണ്ടു നക്കിയിരുന്നുവെന്ന് തോന്നി. ചീനത്തിയുടെ സൗന്ദര്യം നൊട്ടി നുണയുന്ന പോലെ. ആരാ അവൾ? ആ പണച്ചാക്കില്ലേ, ഹോട്ടൽ കിങ് ഹോക്ക്, അയാളുടെ വെപ്പാട്ടി. ഞാൻ പറയാലോ, അവൾ ശരിക്കും ഒരു ചരക്കാണ്. അങ്ങനെയാണോ കഥ? ചേട്ടത്തിയമ്മയുടെ സൂക്കേടിൻ്റെ ശരിയായ കാരണം അതാണ്. ഈ തുലഞ്ഞ ഇന്ത്യൻ പെണ്ണുങ്ങളൊക്കെ ഒന്നു തന്നെ, ഡാം ജലസ്. അശോക് കാർക്കിച്ചു നീട്ടിത്തുപ്പി. അതെന്തോ ആവട്ടെ, പൊല്ലാപ്പ് എനിക്കാണല്ലോ, അതാ സങ്കടം. അപ്പോൾ നിനക്ക് കെയിലേക്ക് പോകേണ്ടി വരും. ഇന്ന് അതോ നാളെയോ? അറിഞ്ഞുകൂടാ. പോകേണ്ടി വന്നാൽ മറ്റേ പ്ലാൻ പൊളിഞ്ഞത് തന്നെ. അശോക് സിഗരറ്റ് കയ്യിലെടുത്ത് ഈർഷ്യയോടെ അതിനെ തുറച്ചു നോക്കി. എത്ര ബുദ്ധിമുട്ടി ഏർപ്പാട് ചെയ്തതാണെന്നോ. പോകാൻ സാധ്യമല്ലെന്ന് നിനക്കങ്ങ് പറഞ്ഞുകൂടെ? പറയാം, പക്ഷെ ഞാൻ പറഞ്ഞില്ല. അശോക് വിരലുകൾ തിരുമ്മി ആംഗ്യം കാണിച്ചു. കൊസ്നോ ബ്രെഡ്. അശോക് സിഗരറ്റ് ദീർഘമായെന്ന് വലിച്ചു. പെട്ടെന്ന് ചുണ്ടു പൊള്ളിയിട്ടെന്ന പോലെ കുറ്റി വലിച്ചൊരേറ് കൊടുത്തു. ഡാം റോച്ച്, ആൾമോസ്റ്റ് ബേൺ മീ. പുതിയതൊരെണ്ണം വരട്ടെ, ഇത്തിരി കഴിയട്ടെ, ഞാൻ അല്പം ആലോചിക്കട്ടെ. അശോക് ഒന്നുകൂടി ചാരിയിരുന്ന് ധ്യാനിക്കുന്നത് പോലെ കണ്ണടച്ചു. ജിം സിഗരറ്റിൻ്റെ കുറ്റി കുത്തിക്കെടുത്തി വലിച്ചെറിഞ്ഞു. മതിയായില്ല, മറ്റൊന്നെടുത്ത് കൊളുത്തി വലിച്ചു. പൊട്ടിവിടരുന്ന പഞ്ഞി പോലെ ചുരുളലിയുന്ന പുകയിലൂടെ നോക്കുമ്പോൾ അശോകന് കൂട്ടിലിട്ട ആൾക്കുരങ്ങിൻ്റെ ഛായയാണുള്ളതെന്ന് തോന്നി. ഊശാന്താടിയും കഴുത്തറ്റം വീണ് കിടക്കുന്ന പരിപരുത്ത കറുത്ത മുടിയും സട പോലെ. വെറും കുരങ്ങിൻ്റെ ഛായയല്ല, ആഫ്രിക്കൻ സിംഹത്തിന് ആൾക്കുരങ്ങിലുണ്ടായ സന്തതി പോലെ. ആലോചിച്ചപ്പോൾ തമാശ തോന്നി. ചിരിച്ചു. പെൺകുട്ടികളെപ്പോലെ കിലുങ്ങി കിലുങ്ങി ചിരിച്ചു. അശോക് കണ്ണ് പാതി തുറന്നു അലസമായെന്ന് നോക്കി. ഇത് തന്നെ ബാധിക്കുന്നതല്ല എന്ന മട്ടിൽ വീണ്ടും കണ്ണ് അടച്ചു. ജിം രസത്തോടെ താടി തലോടി തനിക്ക് തന്നെ ഒരു പുഞ്ചിരി സമ്മാനിച്ചു. രസം, നല്ല രസം. ഇക്കിളിയില്ലാത്തൊരിക്കിളി രക്തനാടികളിൽ ഓടി നടക്കുന്നു. കിളിത്തൂവൽ കൊണ്ട് ഞരമ്പുകളിൽ തലോടുന്ന പോലെ. മാസ്മര വിദ്യക്കാരൻ കൈയോങ്ങിയതുപോലെ ഞരമ്പുകൾ തളർന്നു മയങ്ങുന്നു. അതേസമയം ഉണർന്നിരിക്കുകയും ചെയ്യുന്നു. സുഖമുള്ള ഒരലസത ഉടലിലൂടെ പടർന്നു കയറുന്നു. നല്ല ആനന്ദം. ഇത്ര ആനന്ദം അനുഭവിച്ചിട്ട് ഒരുപാട് നാളായി. കുറേ കാലം ഇല്ലാതെ വീണ്ടും അനുഭവിക്കുമ്പോൾ രസം ഇരട്ടിയാണല്ലോ. അശോക് പെട്ടെന്ന് നിവർന്നിരുന്നു. വെളിപാടുണ്ടായതുപോലെ. കാര്യം കൂടുതൽ കൊഴിഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലും ചെയ്തേ ഒക്കൂ. അമ്മയ്ക്ക് എന്നെ ജയിലിലിട്ടേ മതിയാവൂ. യുനോ, ഇന്നലെ രാത്രി ഞാനും അമ്മയും തമ്മിൽ ഊക്കൻ വഴക്കായി. ഞാൻ സ്ഥലം വിടാൻ പോകുകയാണ് മനുഷ്യ. എനിക്ക് മതിയായി. കുറേ കാശ് എങ്ങനെയെങ്കിലും കിട്ടിയാൽ ഉടനെ തന്നെ സ്ഥലം വിടാമായിരുന്നു. കാശ് എല്ലായ്പ്പോഴും ഒരു പ്രശ്നമാണ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുമോ? പക്ഷേ ഇങ്ങനെ പോയാൽ പറ്റില്ല. എന്തെങ്കിലും ചെയ്യണം. എന്തെങ്കിലും. എന്ത്? അതാണ് ആലോചിക്കണത്. ഓ, അതൊക്കെ പോട്ടെ, എനിക്ക് വിശക്കുന്നു. കാപ്പിക്കടയിൽ കയറി എന്തെങ്കിലും തിന്നാം. വാ. അതൊരു നല്ല കാര്യമാണ്. ശരി, വാ. അശോക് പൊടുന്നനെ എഴുന്നേറ്റു. ജിം സിഗരറ്റ് നീട്ടി വലിച്ച് പിറകെ എഴുന്നേൽക്കാൻ ഭാവിച്ചു. വല്ലാത്ത അലസത തോന്നി. കൈയും കാലും കുഴഞ്ഞതുപോലെ. നിലത്ത് കൈകുത്തി ഒരു വിധത്തിൽ എഴുന്നേറ്റു. നിൽപ്പുറയ്ക്കുന്നില്ല. നടക്കുമ്പോൾ കാല് വഴങ്ങുന്നില്ല. വിചാരിച്ചിടത്തേക്കല്ല പോകുന്നത്. തലയ്ക്ക് പിടിച്ചു.
അത്ഭുതം തന്നെ. 4 or 5 സിഗരറ്റ് ഒന്നിച്ചു വലിച്ചാലും ഒന്നും തോന്നാറില്ല. കുറേ ദിവസം വേണ്ടെന്ന് വെച്ചതിൻ്റെ തകരാറാണ്. നിൽക്ക് അശോക്. ജിം തപ്പിത്തടയുന്നത് പോലെ 2 കൈ നീട്ടി. എന്നെ ഒന്ന് പിടിക്ക്, അല്ലെങ്കിൽ ഞാൻ പറന്നു പോകും. അശോക് തിരിഞ്ഞു നിന്നു. അശോക് അല്ല, 2 or 3 അശോകന്മാർ. ടെലിവിഷൻ പെട്ടിക്ക് എന്തോ കേടുണ്ട്. കസേരയിൽ മുറുകെ പിടിച്ചിരുന്നു. ചുറ്റും കണ്ണോടിച്ചു. നല്ല രസം. തല കഴുത്തിൽ ഉറപ്പിച്ചിട്ടില്ല. ഇഷ്ടം പോലെ തിരിക്കാം. എന്തൊരു രസം. ഊറി ചിരിച്ചു. യഥേഷ്ടം കറങ്ങുന്ന ശിരസ്സുള്ള ഒരേ ഒരാൾ താൻ മാത്രമായിരിക്കും ലോകത്തിൽ. അശോകോ കണ്ണടച്ചിരുന്ന് സ്വപ്നം കാണുകയാണ്. അവൻ്റെ ഷർട്ടിന്മേൽ ഈച്ചകൾ പറന്നിരിപ്പുണ്ട്. ഈച്ചകൾ മേശപ്പുറത്തുണ്ട്. മേശക്കടിയിലുള്ള വലിയ കാട്ടുകോളാമ്പി പൂവിലും. എന്തു വലിപ്പമാണ് പൂവിന്! കണ്ണാടി ചുമരിന്മേൽ താനിരുന്ന് താടി തലോടുന്നു. തന്നെ ചെരിഞ്ഞും മറിഞ്ഞും നോക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ഛായയുണ്ട്. ക്രിസ്തുവിൻ്റെ അടുത്ത് മഗ്ദലന മറിയം മലന്ന് കിടന്ന് കൊക്കക്കോല കുടിക്കുന്നു. നശിച്ച കൊക്കക്കോല എത്താത്ത ദിക്കില്ല. ഗ്രീൻ സ്പോട്ട്. ദൈവം സൃഷ്ടിച്ച സൗന്ദര്യം മനുഷ്യനെന്തിന് തുണി കൊണ്ട് മറയ്ക്കുന്നു? റൈറ്റ്. മെർലിൻ ബ്ലൗസ് അടിക്കുന്നു. പുല്ലിൽ മലർന്നു കിടക്കുന്നു. താൻ മാറി മാറി ഉമ്മ വയ്ക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. സാമ്പ്രാണിപ്പുകയുടെ നടുവിൽ നൂൽബന്ധമില്ലാതെ നൃത്തം വയ്ക്കുന്നു. ചിരി വന്നു. ചിരിച്ചു. എന്തിനാ ചിരിക്കണത് ജിം? അതാരു? ഓ, അശോക്. അശോക് എന്ന സിംഹക്കുരങ്ങൻ. ചിരിക്കാൻ പാടില്ലേ? നീ ഇന്ന് വല്ലാതെയാണല്ലോ പെരുമാറുന്നത്. തലയ്ക്ക് പിടിച്ചു അല്ലേ? ചുമ്മാതെ അവൻ്റെ മുഖത്തും മിഴിച്ചു നോക്കി. ആടി എത്തി ചീനത്തി. പിഞ്ഞാണത്തിൽ പലഹാരമുണ്ട്. എന്തൊരു വേഷം! തലയിൽ നിറയെ കളറുകൾ. ചീഞ്ഞ തണ്ണിമത്തൻ പോലെയുള്ള മുഖം. സ്വർണം പതിച്ച ചിരി. തിന്ന്. അശോകൻ പ്ലേറ്റ് നീട്ടി. തിന്നാൽ നിന്റെ അമലൊന്നും അടങ്ങും. ചുമരിൽ മഗ്ദലന മെർലിൻ മലർന്നു കിടന്നു ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നു. ചിരി നിൽക്കുന്നില്ല. ചിരിക്കാതെ തിന്ന്. ഓക്കെ. ഒരു തുണ്ടെടുത്ത് വായിലിട്ടു. സോപ്പിൻ കട്ടയുടെ ആകൃതിയിൽ പച്ച നിറത്തിൽ എന്തോ ഒന്ന്. പിതുപിതിങ്ങനെയുണ്ട്. ജെല്ലി പോലെ. കടും മധുരം. തിന്നപ്പോൾ കൂടുതൽ വിശപ്പ് തോന്നി. വലിയൊരു കട്ടയെടുത്ത് വായിൽ തിരികെ. താടി മീശയിൽ വീണ തുണ്ടുകൾ തട്ടിക്കളഞ്ഞു. ഒന്നാന്തരം സാധനം. മഗ്ദലന മൺട്രോ ചുമരിലെ കലണ്ടറിൽ മലർന്നു കിടക്കുന്നു. യേശുക്രിസ്തു എന്തോ തിന്നുകയാണ്. സിംഹക്കുരങ്ങന് നല്ല വിശപ്പ്. പിന്നെയും ഒരു സോപ്പിൻ കട്ടയെടുത്ത് വായിലിട്ടു. കസേരയിൽ പിന്നോക്കം ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചു. അടഞ്ഞ കണ്ണിൻ്റെ മുൻപിൽ ഹരേ കൃഷ്ണ മന്ത്രം ചൊല്ലുന്ന രാജേശ്വരി. വിശുദ്ധ കന്യകയെപ്പോലെ വെള്ള ധരിച്ച ആടപ്രാവ്. മധുരപലഹാരം കുറേ അകത്തി ചെന്നപ്പോൾ തലയ്ക്കുള്ളിലെ പുക അടങ്ങുന്നത് പോലെ തോന്നി. കൈകാലുകൾ നിയന്ത്രണത്തിന് വിധേയമായി തുടങ്ങി. റേഡിയോവിൽ നിന്ന് പ്രവഹിക്കുന്ന സംഗീതത്തിന് പതിവിൽ കവിഞ്ഞ സ്ഫുടതയും ലയാത്മകതയും ഉണ്ടെന്ന് തോന്നി. ചീന സംഗീതം സ്വതേ ചെവിക്കൊരു ശല്യമാണ്. എന്നാൽ ഇപ്പോൾ അത് ആനന്ദകരമായി തോന്നുന്നു. തല തനിയെ കുലുങ്ങിപ്പോകുന്നു. കാലുകൾ നൃത്തം ചെയ്യാൻ തരിക്കുന്നു. കോട്ടുവായിട്ടു. ഫീൽ ബെറ്റർ? എനിക്കൊരെണ്ണം കൂടി താ. ജിം ഒട്ടുന്ന കൈ കീശയിലിട്ട് 2-3 എടുത്ത് നീട്ടി. അശോക് ഒരെണ്ണം എടുത്ത് ചുണ്ടത്ത് വെച്ച് ബാക്കിയുള്ളവ കീശയിലിട്ടു. മേശപ്പുറത്ത് കിടക്കുന്ന തീപ്പെട്ടി എടുത്ത് കൊളുത്തി. തുടരെ വലിച്ചു പുക നീട്ടി ഊതി. ലോകം പെട്ടെന്ന് നീല മഞ്ഞിലൊളിച്ചു. ഇത്ര പിടിക്കുമെന്ന് വിചാരിച്ചില്ല. ജിം തല കുടഞ്ഞു. ഇപ്പോൾ ഏറെക്കുറെ ശരിയായി. എന്നാൽ നമുക്ക് പോവാം. വരട്ടെ, അല്പം കൂടി ഇരിക്കാം. നിനക്ക് ധൃതിയുണ്ടോ? ഇല്ലായികയില്ല. എവിടേക്കാ പോകുന്നത്? വീട്ടിലേക്ക്. അമ്മയുമായി ഒന്ന് ഏറ്റുമുട്ടാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഏറ്റുമുട്ടാൻ? അതെ, ഏറ്റുമുട്ടാൻ. ഇങ്ങനെ തുടർന്നു പോകാൻ സാധ്യമല്ല. അച്ഛൻ്റെ സ്വത്തിൽ എനിക്കുള്ള പങ്ക് ഞാൻ ചോദിക്കാൻ പോവുകയാണ്. എന്ത്? സ്വത്തിലെ പങ്കോ? അല്ലെങ്കിൽ കുറേ കാശിങ്ങോട്ട് തരട്ടെ. ഞാൻ എവിടെയെങ്കിലും പോയിക്കൊള്ളാം. നിനക്ക് തലയ്ക്ക് വട്ടാണ്. നിനക്കത് പറയാം. എൻ്റെ പ്രയാസം നിനക്കറിയില്ല. ഇപ്പോൾ തോന്നുന്നു മടങ്ങി വന്നത് ഊക്കൻ അബദ്ധമായെന്ന്. ഇംഗ്ലണ്ടിൽ തന്നെ കൂടിയാൽ മതിയായിരുന്നു. ഈ സമ്മർദ്ദങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരില്ലല്ലോ. അത്ര വലിയ സമ്മർദ്ദം എന്താ? അതൊക്കെയുണ്ട്. അമ്മ അന്ത്യശാസനം തന്നു കഴിഞ്ഞു. കല്യാണക്കാര്യത്തിലോ? അതെ. അതിന് മറുവശം തയ്യാറാവണ്ടേ? തയ്യാറാവുമെന്നാണ് അമ്മയുടെ കണക്കുകൂട്ടൽ. പോരെങ്കിൽ ഞാൻ പറഞ്ഞാൽ നിനക്ക് ഇഷ്ടമാവില്ല. പറഞ്ഞോ. നിന്റെ ഗുരുവും കൂടി ഇടപെടുന്നുണ്ടത്രേ. ഗുരുവോ? ശ്രദ്ധ മുഴുവൻ ഉണർന്നു. അതുണ്ടാവില്ല എന്ന് നീ വിശ്വസിക്കുന്നു. രാജിയുടെ അമ്മാവിനെയും മുത്തച്ഛനെയും പറഞ്ഞു സമ്മതിപ്പിക്കാൻ നിന്റെ മഹാനായ ഗുരുവിനെയാണ് എൻ്റെ മഹാസൂത്രശാലിയായ അമ്മ ഏൽപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം ഏറ്റിട്ടുമുണ്ട്.
ഇന്നലെ ഞാൻ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാക്കിയുള്ളൂ. അത് സത്യമാവാനിടയില്ല എന്നാണ് ഞാനും വിചാരിച്ചത്. പക്ഷെ സത്യമാണെന്ന് തന്നെയാണ് തോന്നുന്നത്. എന്തോ ചില സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ത് കൃത്യമായി എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അമ്മയ്ക്ക് ഇപ്പോൾ നല്ല ആത്മവിശ്വാസം കാണാനുണ്ട്. രാജിയോ അവളും സമ്മതിക്കുമെന്നാണ് അമ്മ പറയുന്നത്. ജിം ചുണ്ടനക്കാതെ കുറേ ഉമിനീർ വിഴുങ്ങി. അവളെ മദ്രാശിക്ക് തിരിച്ചു കൊണ്ടുപോകാൻ സിനിമക്കാർ ശ്രമിക്കുന്നുണ്ടത്രേ. പ്രഥമ ചിത്രം തന്നെ വലിയ വിജയമായിരിക്കുന്നു പോലും. അതുകൂടാതെ കഴിക്കാൻ വേണ്ടി എന്ത് സമ്മതിക്കുന്ന പരുവത്തിലാണ് എല്ലാവരും, അവളും. അതെയോ? അതെ എന്നാണ് അമ്മ പറയുന്നത്. അമ്മയുടെ കാര്യം വിട്ടുകളെ. നിനക്കെന്തു തോന്നുന്നു? എനിക്കറിഞ്ഞൂടാ. ഒരുപക്ഷെ ഇതൊക്കെ അമ്മയുടെ സ്വപ്നമാവാം, അല്ലെങ്കിൽ കുടില തന്ത്രം. അതാവാനാണ് വഴി. എൻ്റെ അമ്മയ്ക്ക് നേരെ ചൊവ്വേ ചിന്തിച്ച് പരിചയമേ ഇല്ല. എന്തെങ്കിലും കാണാതെ ഒന്നും ചെയ്യില്ല. പിന്നെ എൻ്റെ അമ്മാമ്മനെ അറിയില്ലേ, ശങ്കുണ്ണി നായർ എന്ന മഹാൻ. അദ്ദേഹവും അമ്മയും കൂടി ചേർന്നാൽ പിന്നെ ലോകം വെട്ടിപ്പിടിക്കാൻ വേറെ ആരും വേണ്ട. രണ്ടുപേരും കൂടിയിട്ടാണ് ഇപ്പോൾ ഓരോ പരിപാടി ഇടുന്നത്. ലക്ഷ്യം നിന്റെ ഗ്രാൻഡ് കുറുപ്പിൻ്റെ സ്വത്ത്. ചൂണ്ടയിൽ കോർത്ത ഇരയാണ് ഞാൻ. പക്ഷെ പുഴുവും തിരിഞ്ഞു കൊത്തുമെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അശോക് സിഗരറ്റ് തുടരെ തുടരെ വലിച്ചു. പുകയുടെ വലിയൊരു മേഘപടലം വായുവിലേക്ക് ഊതിവിട്ടു. ഇളം നീല നിറത്തിലുള്ള അത് ഉയർന്നുയർന്ന് തട്ടിൽ തടഞ്ഞ് തങ്ങി നിന്ന് പങ്കയുടെ അറ്റത്ത് പതുക്കെ അലിഞ്ഞലിഞ്ഞുപോയി. എനിക്ക് മനസ്സിലാവുന്നില്ല, ജിം പറഞ്ഞു. ഈ 20-ാം നൂറ്റാണ്ടിലും ഇങ്ങനെയൊക്കെയാണോ? അതാണ് ദുരന്തം. അങ്ങനെയാണെങ്കിൽ തന്നെയും നിന്നെപ്പോലൊരുവൻ പതറുന്നതെന്തിന്? പുതിയ വേദാന്തം പറയുന്ന നിനക്ക് ഈ വക സന്ദർഭങ്ങളെ അതിജീവിക്കാനുള്ള കരുത്തില്ലെന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ നിനക്ക് മനസ്സിലാവില്ല ജിം. അത്ര കെട്ടുപിടഞ്ഞതാണ് ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ. മറുപടി പറഞ്ഞില്ല. അശോക് എന്തൊക്കെ വിശദീകരണം നൽകിയാലും തനിക്ക് ഈ മനോഭാവം മനസ്സിലാവില്ല. പിടികിട്ടാത്ത ചിലതിന് ഉത്തരം അന്വേഷിച്ച് അച്ഛനെയും അമ്മയും ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോന്നവനാണ് താൻ. അശോകും അവകാശപ്പെടുന്നു താൻ അന്വേഷണത്തിൻ്റെ മാർഗത്തിലാണ് സഞ്ചരിക്കുന്നതെന്ന്. പക്ഷേ ചില്ലറ കാര്യത്തിൽ പോലും കുതിര നിൽക്കാൻ കഴിയുന്നില്ല. കുടുംബ ബന്ധത്തിൻ്റെ കെട്ടുറപ്പിൻ്റെ ശക്തിയാണോ അതോ അശോകിൻ്റെ ദൗർബല്യമാണോ? രണ്ടാമത്തേതാവാനാണ്. ഏതായാലും ഒന്ന് തീർച്ച, അശോക് പെട്ടെന്ന് പ്രഖ്യാപിച്ചു. അതിനൊന്നും എന്നെ കിട്ടില്ല. അശോകനെ വിവാഹമെന്ന ചതിക്കുഴിയിൽ വീഴ്ത്താൻ ആരും ശ്രമിക്കേണ്ട. ഏത് പെണ്ണിനെയും ഭോഗിക്കാൻ എനിക്ക് സമ്മതമാണ്. പക്ഷെ അതിനപ്പുറം വാചകം മുഴുവനാക്കാതെ തോളെന്ന് കുലുക്കുക മാത്രം ചെയ്തു അശോക്. ജിം മിണ്ടിയില്ല. ഏത് പെണ്ണിനെയും ഭോഗിക്കാൻ. വല്ലാതെ അറപ്പ് തോന്നുന്നതായിരുന്നു ആ വാചകം. തുടർന്ന് എന്തെങ്കിലും പറയുന്നത് അനുചിതമാവുമെന്ന് തോന്നി. കാപ്പിപ്പീടികയിൽ നിന്നിറങ്ങി കാറിലേക്ക് നടക്കുമ്പോൾ ജിം ചോദിച്ചു, നീ നേരെ വീട്ടിലേക്കാണെന്നല്ലേ പറഞ്ഞത്? എന്നാണ് വിചാരിച്ചിരുന്നത്. പ്ലാൻ മാറ്റി. കുറേ നേരം ജെട്ടിയിൽ ചെന്നിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരാളെ കാണാമെന്ന് പറഞ്ഞിരുന്നു. ഓഹോ, മനസ്സിലായി. ജിം ചിരിച്ചു. എന്നാൽ ഞാൻ വഴിമാറി വയ്ക്കാം. എന്തിന്? വാ, കുറച്ചു നേരം ഇരിക്കാം. ശരി, പക്ഷേ ആദ്യം എനിക്കൊരു കൂട്ടം വാങ്ങാനുണ്ട്. കുട്ടികൾക്കുള്ള ഒരു കഥാപുസ്തകം. പോസ്റ്റ് ഓഫീസിൻ്റെ അപ്പുറത്തെ ബുക്ക് ഷോപ്പിൽ കാണുമായിരിക്കും. സംശയമാണ്. നോക്കാം, വാ. പോക്കറ്റിൽ കൈ തിരികെ അലസമായി മുന്നോട്ട് നടക്കുമ്പോൾ മനസ്സിൽ കെട്ടഴിഞ്ഞ കറ്റ പോലെ കിടക്കുന്ന വികാരങ്ങൾ വേർപെടുത്താൻ ശ്രമിച്ചു. ഇത്തിരി ആശ്വാസം തോന്നുകയല്ല. അശോകന് വിവാഹത്തിൽ താല്പര്യമില്ല എന്ന് വ്യക്തമായി. രാജിയുടെ മ്ലാനതയ്ക്ക് കാരണം പിടികിട്ടി. തന്നോട് വിശേഷിച്ച് അകൽച്ചയോ വൈരാഗ്യമോ ഉണ്ടായതുകൊണ്ടാവണമെന്നില്ല അവൾ ഒഴിഞ്ഞു മാറുന്നത്. അവളെ വിഷമത്തിലാണ്. സിനിമയിലേക്ക് മടങ്ങിപ്പോവുക, അല്ലെങ്കിൽ അശോകന് വിവാഹം കഴിക്കുക. ചെകുത്താനും തീക്കടലിനും ഇടയ്ക്ക്. ഒരുപക്ഷെ തന്നോടുള്ള മനോഭാവം അവൾക്ക് തന്നെ വ്യക്തമായിരിക്കാം. എന്നാലും അശോകന്റെ കാര്യമാണ് വിചിത്രം. രാജിയെപ്പോലെ ഒരു ദേവകന്യകയെ വിട്ട് സുശീലയെപ്പോലൊരു കൊക്കിപ്പെണ്ണിനെ ജെട്ടിയിൽ കാണാമെന്ന് പറഞ്ഞത് അവളെയാണെന്ന് തീർച്ച. അല്ലെങ്കിൽ അവന് ആ കുട്ടിയിലും കാണില്ല താല്പര്യം. ഏത് പെണ്ണായാലും ഭോഗിക്കാം. ഒരു ഉളുപ്പുമില്ലാതെ എങ്ങനെ പറയാൻ കഴിയുന്നു? പിറകിൽ നിന്നൊരു കൈകൊട്ടി വിളി. തിരിഞ്ഞു നോക്കിയപ്പോൾ എതിർവശത്ത് പാർക്ക് ചെയ്ത കാറിൽ നിന്നാണ്. ഗ്രാൻഡ് കുറുപ്പിൻ്റെ കാറാണല്ലോ. ഉള്ളിലൊരു പയ്യനും പെൺകിടാവുമുണ്ട്. രാജിയല്ല, രവിയും രമണിയുമാണല്ലോ. അശോക് വലിയ രസമില്ലാത്ത മട്ടിൽ പറഞ്ഞു. എവരിപ്പോൾ എവിടുന്ന് പൊട്ടി വീണു? പാദം മുറിച്ച് കടക്കുമ്പോഴേക്കും രവി പുറത്തിറങ്ങി. പിന്നാലെ രമണിയും. മുത്തു സീറ്റിൽ തന്നെ ഇരിപ്പാണ്.
കാപ്പിപ്പൊടിയുടെ നിറമുള്ള ബെൽബോട്ടം കാലുറയും നാനാ ചിത്രാങ്കിതമായ ഗുരു ഷർട്ടുമാണ് രവിയുടെ വേഷം. കഷ്ടിച്ച് അരമറയ്ക്കുന്ന മിനി സ്കർട്ടാണ് രമണി ധരിച്ചിരിക്കുന്നത്. അശോക് ചോദിച്ചു, എപ്പോൾ വന്നു? അറൗണ്ട് നൂൺ. രവി വായ തുറക്കാൻ കഴിയും മുമ്പേ രമണി പറഞ്ഞു, രാജി ചേച്ചി പോസ്റ്റ് ഓഫീസിൽ പോയിരിക്കുകയാണ്. അതാണ് ഞങ്ങളിവിടെ. അമ്മയും വന്നിട്ടുണ്ട് കോലാലംപൂരിൽ നിന്ന്, രവി കൂട്ടിച്ചേർത്തു. ഞങ്ങൾ അശോകേട്ടനെ അന്വേഷിച്ച് വീട്ടിൽ പോയിരുന്നു. വിശേഷിച്ച്? അതോ, അത് രമണി അത്യുത്സാഹത്തോടെ ആരംഭിച്ചു. പാതി നിർത്തി കണ്ണുകൊണ്ടെന്തോ ആംഗ്യം കാണിച്ചു. പിന്നെ പറയാം. എല്ലാം ശ്രദ്ധിച്ച് മൗനം മൂണ്ട് നിന്നിരുന്ന ജിം രമണിയുടെ കണ്ണുകൾ ചൂണ്ടിയ ദിക്കിലേക്ക് നോക്കി. രാജി പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഹലോ രാജി, അശോക് അഭിവാദ്യം ചെയ്തു. ഹലോ. രാജി പ്രത്യഭിവാദം ചെയ്ത് ജിമ്മിനോട് ചോദിച്ചു, പ്രിയയ്ക്ക് എങ്ങനെയുണ്ട്? ഒരു വ്യത്യാസവുമില്ല. ഞാൻ പോരുമ്പോൾ പപ്പാ ഡോഗ് പരിശോധിക്കുകയായിരുന്നു. വീട്ടിൽ ചെന്നാൽ ഉടനെ പോകണം. അവിടെ പുറപ്പെട്ടു നിൽക്കുമ്പോഴാണ് ഇവർ വന്നത്. ഞാനിത്തിരി ധൃതിയിലാണ്. നാളെ രാവിലെ കോലാലംപൂർക്ക് പോകണം. ഓ, ജിം പുരികം ഉയർത്തി. എത്ര ദിവസത്തേക്ക്? കുറച്ച് ദിവസത്തേക്ക്. മുൻപേ പോകേണ്ടതാണ്. പ്രിയയുടെ സൂക്കേട് മാറട്ടെ എന്ന് വിചാരിച്ച് നീട്ടിയതാണ്. ഇനി നീട്ടാൻ പറ്റില്ല. ഒന്ന് പോയേ വെക്കൂ. ഓ, ഐ സി. ശരി, ഞാൻ പോട്ടെ. രാജി കാറിൻ്റെ വാതിൽ തുറന്നു. തിടുക്കമുണ്ട്. രവി, രമണി, കയറൂ. ഞാൻ വരുന്നില്ല. രവി നീങ്ങി നിന്നു. അശോകേട്ടൻ്റെ കൂടെ വന്നോളാം. ഞാനും. രമണി ചേർന്നു. അമ്മായി ചായ കൂടി കഴിഞ്ഞാൽ പോകുന്നേ പറഞ്ഞത്. സാരമില്ല. രവി കുനിഞ്ഞു നിന്ന് കാറിൻ്റെ അകത്തേക്ക് നോക്കി വിരലുകൾ ചലിപ്പിച്ചു. ഞങ്ങൾ എത്തിക്കോളാം. ടാറ്റ രാജി ചേച്ചി. രവിയും രമണിയും പോയിക്കോളൂ. അശോക് അവരെ നിരുത്സാഹപ്പെടുത്തി. ഞാനിപ്പോഴൊന്നും മടങ്ങുന്നില്ല. സാരമില്ലെന്നേ രവി പറഞ്ഞു. ഞങ്ങൾ എങ്ങനെയെങ്കിലും മടങ്ങിക്കോളാം. രാജി ചേച്ചി പൊയ്ക്കോട്ടെ. രാജിയുടെ കാറ് പോയി കഴിഞ്ഞപ്പോൾ ജിം അശോകിനോട് പറഞ്ഞു, നിങ്ങൾ നടന്നോളൂ. ഞാൻ ബുക്ക് ഷോപ്പിൽ കയറിയിട്ട് ജെട്ടിയിലേക്ക് വരാം. ഓക്കെ. അശോക് തിരിഞ്ഞു നടന്നു. രമണിയും രവിയും ഒപ്പം കൂടി. രമണിയുടെ വസ്ത്രധാരണം അല്പം ആഭാസച്ചുവയുള്ളതായി തോന്നി. നനുത്ത വസ്ത്രത്തിനുള്ളിലൂടെ ബ്രായിലെ പൂക്കൾ തെളിഞ്ഞു കാണാം. ചന്തി മുഴുവനും സ്കേർട്ടിന് പുറത്താണ്. ഇന്ത്യൻ പെൺകുട്ടികൾ പടിഞ്ഞാറൻ വേഷം കെട്ടി കാണുമ്പോൾ വല്ലായ്മ തോന്നും. സാരി ഉടുത്താൽ ഈ കുട്ടിക്ക് നല്ല ശാലീനതയുണ്ടാവും രാജിയെപ്പോലെ. രാജി നാളെ പോവുകയാണ്. മുൻപേ പറയുകയുണ്ടായില്ലല്ലോ. കീശയിൽ കൈ തിരുകി കീഴ്പോട്ട് നോക്കിക്കൊണ്ട് നടന്നു. പെട്ടെന്ന് തീരുമാനിച്ചതാവില്ല. എത്ര ദിവസം കഴിഞ്ഞാവും മടങ്ങുക? ആവോ, പോകുന്നതിന് മുമ്പ് തെറ്റിദ്ധാരണകൾ പറഞ്ഞു തീർത്താൽ. തെറ്റിദ്ധാരണയോ? എന്ത് തെറ്റിദ്ധാരണ? ഒന്നുമില്ല. വെറുതെ എഴുതാപ്പുറം വായിക്കുകയായിരുന്നു. പാവം, അവളുടെ മനസ്സിൽ കഴിയുന്ന വിഷാദ വിപ്ലവത്തിൻ്റെ കഥ അവൾക്കല്ലേ അറിയൂ. ഏതായാലും രാജി പോകുന്നതിന് മുമ്പ് സൗകര്യമായിട്ടൊന്ന് കാണണം, സംസാരിക്കണം. പറ്റിയ കഥാപുസ്തകങ്ങളൊന്നും കിട്ടിയില്ല. ഇറങ്ങിത്തിരിക്കും മുമ്പ് സായാഹ്ന പത്രം വാങ്ങിച്ചു. മടക്കി കക്ഷത്തിൽ വെക്കുന്നതിന് മുമ്പ് നിവർത്തി തലക്കെട്ടുകളൊന്ന് ഓടിച്ചു നോക്കി. ഇല്ല, ലോകത്തിനൊരു മാറ്റവും വന്നിട്ടില്ല. വിയറ്റ്നാമിൽ യുദ്ധം തുടരുന്നു. പാരീസിൽ സന്ധി സംഭാഷണം സ്തംഭനാവസ്ഥയിൽ തന്നെ. അമേരിക്കയിൽ മറ്റൊരു വിമാനം വഴിതെറ്റിച്ചു കൊണ്ടുപോയിരിക്കുന്നു. കോലാലംപൂരിലൊരു കൂട്ടായ്മ കവർച്ച. ഇല്ല, ഒരപകടവും പറ്റിയിട്ടില്ല. തുലഞ്ഞ ലോകം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. മനുഷ്യൻ്റെ മനസ്സിനെ, ജീവിതത്തെ, അന്തരീക്ഷത്തെ മലീമസമാക്കുന്ന പ്രവണതകൾ പണ്ടേ പോലെ തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും പുരോഗതിയുടെ വസന്തകാലമാണത്രേ. ഓ, എന്തെങ്കിലും ആവട്ടെ. കടലാസ് ചുരുട്ടിക്കൂട്ടി കക്ഷത്ത് വെച്ച് പോക്കറ്റിൽ കൈ തിരുകി ചവിട്ടുകല്ലിറങ്ങി. ആമോയ് തെരുവിൽ തിരക്ക് തുടങ്ങിയിരിക്കുന്നു. ഒരു കാറ് വന്നു നിന്നു. അതിൽ നിന്ന് തടിച്ച ഒരു ഇന്ത്യക്കാരിയും അതിനേക്കാൾ തടിച്ചൊരു പെൺകിടാവും പുറത്തിറങ്ങി. പെൺകിടാവ് ക്യാറ്റ് സൂട്ടാണ് ധരിച്ചിരിക്കുന്നത്. പോർക്കിനെ ചാക്കിലിട്ടതുപോലെയുണ്ട്. എന്തൊരു വേഷം കെട്ടൽ! രാജിയുടെ മുഖത്തെ വിഷാദം ഒട്ടും കുറഞ്ഞിട്ടില്ല. പതിഞ്ഞ സ്വരത്തിലാണ് സംസാരിച്ചിരുന്നത്. നേരത്തെ കാറ് നിർത്തിയിരുന്ന സ്ഥലത്തേക്ക് അറിയാതൊന്നു നോക്കി. അവൾ തൻ്റെ നോട്ടം ഒഴിഞ്ഞു മാറുകയായിരുന്നു സദാസമയവും. വല്ലപ്പോഴും ഒന്നുയർത്തുന്ന കൺകളിൽ ശോകപാപം തുളുമ്പി നിന്നിരുന്നു. അശോക് അത് ശ്രദ്ധിച്ചുവോ? ഉണ്ടാവില്ല. രാജി മുൻപില്ലെന്ന മട്ടിലാണ് അവനുടനീളം പെരുമാറിയത് തന്നെ. അശോക് പറഞ്ഞത് ശരിയാവും. രാജി ഒരു വിഷമസന്ധിയിലാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങുകയാവും. എന്തെങ്കിലും പോംവഴി തോന്നാറുണ്ടോ? ആ തോന്നലുകൾ താനുണ്ടാവാറുണ്ടോ? ഉണ്ടെന്ന് തോന്നിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും സംശയം തീരുന്നില്ല. വാസ്തവത്തിൽ അതൊരു പോംവഴിയാണോ? അവളും താനും. രാജിയുടെ കൈയും പിടിച്ച്
അൾത്താരയുടെ മുൻപിൽ നിൽക്കുന്ന ചിത്രം മനസ്സിലുദിച്ചു. ഒന്ന് ഞെട്ടി. സ്വപ്നത്തിൽ നിന്ന് ആരോ തട്ടിയുണർത്തിയതുപോലെ. മുൻപൊരിക്കലും ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല. രാജിയെക്കുറിച്ച് കാണുന്ന സ്വപ്നങ്ങളിലൊന്നും വിവാഹമോ ദാമ്പത്യമോ കടന്നു വന്നിട്ടില്ല. ഒരിക്കലും പ്രാപിക്കാൻ കഴിയാത്ത ഒരു ദിവ്യതയായിട്ടാണ് അവളെ എപ്പോഴും സങ്കല്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ അവിടം വിട്ടിരിക്കുന്നു. രാജിയെ വിവാഹം കഴിക്കുക, അവളോടൊപ്പം ജീവിക്കുക. എങ്ങനെയായിരിക്കും ആ ജീവിതം? എവിടെയാവും താമസിക്കുക? തഞ്ചോങ് ബസാറിൽ? അത് സാധ്യമല്ല. സാൻ ഫ്രാൻസിസ്കോവിൽ മിരാലോമ അവന്യൂലോ മറ്റോ ഉള്ള ഒരിടത്തരം വീട്ടിൽ അച്ഛൻ്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഏറ്റെടുത്ത് സമൂഹത്തിൽ മാന്യത നേടി. അതിലെവിടെയോ ഒരു പൊരുത്തക്കേടുണ്ട്. അല്ലാതെ പിടികിട്ടുന്നില്ല. ഇങ്ങനെയൊരു വശത്തെപ്പറ്റി ചിന്തിച്ചിട്ടേയില്ല. ചിന്തിക്കണം. ഗോൾഡൻ ഗേറ്റ് പാർക്കിൽ നിന്നോ ഫിഷർമാൻസ് വാർഫിൽ നിന്നോ പെറുക്കിയെടുക്കുന്ന ഒരുവളെ താൽക്കാലികമായി സ്നേഹിക്കുന്നത് പോലെ അല്ല ഇത്. പരമാവധി മെർലിനുമായിട്ടുള്ള ബന്ധത്തെപ്പോലെയുമല്ല. അത് ചെളിവെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നത് പോലെയായിരുന്നു. ഇവിടെ ചെളിവെള്ളം തെളിനീരിനെ പ്രാപിക്കാൻ കൊതിക്കുകയാണ്. അതിനെ മലിനപ്പെടുത്തുകയല്ല, സ്വയം ശുദ്ധമാവുകയാണ് വേണ്ടത്. രാജിയുടെ കൂടെയുള്ള ജീവിതം മറ്റൊന്നുമായി താരതമ്യപ്പെടുത്താൻ കഴിയാത്തതായിരിക്കും. ആവണം. അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുന്നതാവും ഭേദം. മൂല തിരിഞ്ഞപ്പോൾ കടൽക്കാറ്റ് പെട്ടെന്ന് മുഖത്തടിച്ചു. മുടി ചിതറി വീണ് കണ്ണുമൂടി. യു നോ വാട്ട്? ജെട്ടിയിലേക്ക് കയറി ചെല്ലുമ്പോഴേക്കും അശോക് അക്ഷമയോടെ പറഞ്ഞു, ദിസ് ലിറ്റിൽ കിഡ്സ് ഹാവ് ബിഗ് പ്ലാൻസ്. അശോകൻ്റെ സ്വരത്തിൽ ഉത്സാഹമോ പരിഹാസമോ മുന്നിട്ട് നിൽക്കുന്നതെന്ന് തീരുമാനിക്കാൻ വിഷമം തോന്നി. ഇടത്തെ കണ്ണ് അല്പം ഇറക്കി ചിരിച്ചുകൊണ്ടാണ് അവൻ പറയുന്നത്. ബെഞ്ചിൽ അവനോട് മുട്ടിയിരുമ്മി തോളത്ത് താടി അമർത്തി പുഞ്ചിരി തൂകുകയാണ് രമണി. അവളുടെ കണ്ണിൽ കൃത്രിമമായി വർദ്ധിപ്പിച്ച പ്രേമ പാരവശ്യമുണ്ട്. ആടിക്കുഴയുന്ന ബാർ ഗേളുകളെയാണ് ഓർത്തത്. ഉള്ളിൽ ചവർപ്പ് തോന്നി. എന്താ സംഗതി? അവരൊരു കൂട്ടം സംഘടിപ്പിക്കുന്നുണ്ട്. അതിന് നമ്മളെയും ക്ഷണിക്കുന്നു. സംഭവം ഒരു ബീൻ. വാസ്തവമായിട്ടും ജിമ്മിനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എപ്പോൾ? എവിടെ? അത് നിശ്ചയിച്ചിട്ടില്ല. അഴിചാരി നിന്ന രവി പറഞ്ഞു. പരിപാടികൾ ശരിപ്പെട്ടു വരുന്നതേ ഉള്ളൂ. പരമരഹസ്യമാണ്. പിന്നെന്തിനെ ഞങ്ങളോട് പറഞ്ഞത്? ജിം ചിരിച്ചു. യു ആർ ഓക്കെ. രമണി കൊഞ്ചി. യു വിൽ ബി അവർ ഗുരു. ഗുരു? ഗുരു. ജിം ബെഞ്ചിന്മേലിരുന്നൊന്ന് ഞെളിയുന്നതായി നടിച്ചു. ഗുരു. തരക്കേടില്ലല്ലോ. ഞങ്ങളൊരു ചെറിയ സംഗമേ ഉണ്ടാവൂ, രവി പറഞ്ഞു. അല്ലെങ്കിൽ സംഗതി പരസ്യമാവും. എല്ലാം ശരിപ്പെട്ടാൽ അറിയിക്കാം. ഓക്കെ. ജിം താടി തലോടി. കൊള്ളാം. ജിം വരാൻ കാത്തിരുന്നതാണ് ഇതുവരെ. ഇനി ഞങ്ങൾ പോട്ടെ. രവി രമണിയുടെ തോളത്ത് സ്പർശിച്ചു. വാ പോവാം. അമ്മ പുറപ്പെടുമ്പോഴേക്കും എത്തിയില്ലെങ്കിൽ കലശൽ കൂട്ടും. കൊണ്ടുവിട്ട് തരണോ? അശോക് ചോദിച്ചു. വേണ്ട, ഞങ്ങൾ ടാക്സിയിൽ പൊയ്ക്കോളാം. വാ രമണി. രമണി മനസ്സില്ലാ മനസ്സോടെയാണ് എണീറ്റത്. ഒരുപക്ഷെ താൻ സന്നിഹിതനായിരുന്നില്ലെങ്കിൽ അശോകിനെ കെട്ടിപ്പിടിച്ചുമ്മ വെച്ചേനെ എന്ന് തോന്നി ജിമ്മിന്. അതോർത്തപ്പോൾ അവജ്ഞയും. എല്ലാം കാണിച്ചു കൂട്ടലാണ്. സിനിമകളിൽ കണ്ടു പഠിച്ചതാവണം. രാജിയും ഇവളും ഒരേ സംസ്കാരത്തിൻ്റെ സന്തതികളാണെന്ന് എങ്ങനെ വിശ്വസിക്കും? രവിയും രമണിയും പോയി കഴിഞ്ഞപ്പോൾ അശോക് ചോദിച്ചു, അവരുടെ സംരംഭത്തെക്കുറിച്ച് എന്തു തോന്നുന്നു? വെറും പറച്ചിലാവാനേ വഴിയുള്ളൂ എന്ന് തോന്നുന്നില്ല. കാര്യമായ സംരംഭമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിൽ വളരെ നിർഭാഗ്യകരമെന്ന് പറയേണ്ടിയിരിക്കുന്നു. നിർഭാഗ്യകരം? അതെ, നിർഭാഗ്യകരം. അശോകൻ്റെ തുറിച്ചു നോട്ടത്തിൽ അത്ഭുതവും അമ്പരപ്പും അവിശ്വാസവും സ്ഫുരിച്ചിരുന്നു. നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുന്ന മട്ടായിരുന്നു. ഉള്ളിൽ ചിരി വന്നു. എന്താ, ഞാൻ കളി പറയുകയാണെന്നാണോ വിചാരം? അല്ല, ഞാൻ തികച്ചും ഗൗരവത്തോടെ തന്നെയാണ് സംസാരിക്കുന്നത്. എങ്കിൽ യു ആർ ഫാസ്റ്റ് ബിക്കമിങ് എ സ്ക്വയർ. അത് നീ പറയുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ നിനക്കെന്നെ മനസ്സിലാവാഞ്ഞിട്ടാണ്. ജിം ചിരിച്ചു. ഈ കുട്ടികൾ ചെയ്യുന്നത് എന്താണെന്ന് അവർക്കറിയില്ല. പരിഷ്കാരമാണെന്ന് തെറ്റിദ്ധരിച്ച് അനുകരിക്കുകയാണ്. കാര്യം മനസ്സിലാക്കാതെയുള്ള അനുകരണത്തെപ്പോലെ ജുഗുപ്സാവഹമായി മറ്റൊന്നുമില്ല. നീ പറയുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. മനുഷ്യാസ്തിത്വത്തെ സംബന്ധിക്കുന്ന നിത്യപ്രശ്നങ്ങൾക്ക് അതിർവരമ്പുകളുണ്ടെന്നാണ് നിന്റെ വിചാരം. അതുകൊണ്ടാണല്ലോ അമേരിക്കൻ യുവാക്കളുടെ പ്രശ്നം ഇവിടുത്തെ യുവാക്കളുടെ പ്രശ്നമല്ലെന്ന് നീ പറയാറുള്ളത്. ഈ കാപട്യം നിന്നെ പഠിപ്പിച്ചത് നിന്റെ ഗുരുവാണെന്ന് എനിക്കറിയാം. അത് അബദ്ധമാണ്. ദാർശനിക പ്രശ്നങ്ങൾക്ക് ദേശത്തിൻ്റെ അതിർത്തികളില്ല.
അതുകൊണ്ട് ഇതൊക്കെ അർത്ഥശൂന്യമായ അനുകരണമാണെന്ന് പറയുന്നത് അർത്ഥശൂന്യമാണ്. നിന്നോട് ഒരു താത്വിക ചർച്ചയ്ക്കുള്ള മനോനിലയിലല്ല ഞാനിപ്പോൾ. എങ്കിലും ഇത്രയും പറയാം, മുൻപും പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ആവർത്തിക്കാൻ അർഹതയുള്ളതാണ്. യുവജനങ്ങളുടെ അസ്വസ്ഥതയും വ്യർത്ഥതാബോധവും പടിഞ്ഞാറൻ നാടുകളിൽ സ്വാഭാവികമായ ഒരു പ്രതിഭാസമത്രേ. ഭൗതിക ജീവിതം വറ്റിച്ചു വരട്ടിക്കളഞ്ഞ ആധ്യാത്മികതയുടെ ഉറവുകൾ തേടിയുള്ള പരക്കം പാച്ചിലാണത്. ഇവിടെ കിഴക്കൻ നാടുകളിൽ ആത്മീയ ജീവിതത്തിൻ്റെ നീർച്ചോല പറ്റിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഞങ്ങളെപ്പോലെയുള്ളവർ ഇങ്ങോട്ട് വരുന്നത്. കിഴക്കൻ നാട്ടിലെ യുവാക്കൾക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങളില്ല. തന്മൂലം അവർ ഞങ്ങളെ അനുകരിക്കുമ്പോൾ അത് അപഹാസ്യമായി തീരുന്നു. അപ്പോൾ നിന്റെ കണ്ണിൽ ഞങ്ങളൊക്കെ അനുകരണക്കാരാണ്. തുറന്നു പറഞ്ഞാൽ അലോക്യമാവില്ലല്ലോ? അതെ എന്നാണ് എൻ്റെ ഉത്തരം. നിങ്ങൾ വെറും അനുകർത്താക്കളാണ്. ചൊറിച്ചിലില്ലാതെ ചൊറിയുന്ന നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിൻ്റെ യഥാർത്ഥ പൊരുൾ മനസ്സിലായിട്ടില്ല. ഇങ്ങനെ തുറന്നടിച്ച് പറയേണ്ടി വന്നതിൽ വ്യസനിക്കുന്നു. ഓ, അതുകൊണ്ടെന്താ? തനിക്കൊരു അലോക്യവുമില്ലെന്ന് കാണിക്കാൻ അശോക് മലർക്കെ ചിരിച്ചു. ഉള്ളിലുള്ളത് മറച്ചു വെക്കാതെ അന്യോന്യം പറയുക താങ്കളുടെ ധാർമ്മിക തത്വങ്ങളിലൊന്നല്ലേ. താങ്ക് യു. അതുപോട്ടെ, പിള്ളേർ അങ്ങനെയൊന്ന് സംഘടിപ്പിക്കുകയാണെങ്കിൽ നിന്നെ ക്ഷണിച്ചാൽ നീ എന്തു പറയും? അതപ്പോൾ ആലോചിക്കാം. ഓക്കെ. അശോക് തുടർന്നൊന്നും പറഞ്ഞില്ല. മാറത്ത് കൈകെട്ടി അല്പനേരം അങ്ങനെ നിന്ന ശേഷം ജിം ജെട്ടിയുടെ അറ്റത്തേക്ക് നടന്നു. കക്ഷത്തിൽ ഇറുക്കിപ്പിടിച്ചിരുന്ന കടലാസ് മടക്കി കാലുറയുടെ മൂട്ടിലുള്ള കീശയിൽ തിരുകി. തൂണിൻ ചാരി കായലിലേക്ക് നോക്കിക്കൊണ്ട് നിന്നപ്പോൾ ഉള്ളിൽ അസ്വസ്ഥത തോന്നി. തുറന്നടിച്ച് പറയേണ്ടിയിരുന്നില്ല. അശോകിന് അലോക്യം തോന്നിയിരിക്കും. പക്ഷേ പറയണമെന്ന് കുറേ കാലമായി ഉള്ളിൽ മുട്ടി നിന്നിരുന്നതാണ്. അമേരിക്കയിൽ തന്നെ ഏതാനും പേർക്ക് ഈ പ്രസ്ഥാനത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായിട്ടുള്ളൂ. ബാക്കിയുള്ളവർ അനുകരണക്കാരാണ്. അനുകരണക്കാരുടെ അനുകരണക്കാർ മാത്രമാണ് ഇവരൊക്കെ. ബീൻ പോലും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പോലെ ഈ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ബെൽബോട്ടം, കാലുറ, മിനി സ്കർട്ട് എന്നൊക്കെ പറയുന്നത് പോലെ ഇന്ന് ഇതും വെള്ളത്തിലേക്കൊന്ന് തുപ്പി. താഴെ കക്കയും ഇത്തിളും പറ്റിപ്പിടിച്ച മരത്തൂണിന് ചുറ്റും വലയം കെട്ടിയ എണ്ണപ്പാട് വെയിലത്ത് മഴവില്ല് പോലെ തിളങ്ങുന്നു. കായൽ മയക്കമുണർന്നിട്ടില്ല. അകലെ നിന്ന് ഒരു ബോട്ട് വരുന്നുണ്ട്, സായാഹ്നത്തിൻ്റെ മുഖത്തേക്ക് പുതിയ പുക യൂതി പറപ്പിച്ചുകൊണ്ട്. മടുപ്പ് തോന്നുന്നു. മടങ്ങാം. തിരിഞ്ഞു നോക്കിയത് സുശീലയുടെ മുഖത്താണ്. പിറകിൽ പേരോർമ്മയില്ലാത്ത ആ മലായിക്കാരി അശോകനോട് കൊഞ്ചിക്കൊഴിയുകയാണ്. ഇനിയിപ്പോൾ 5 മിനിറ്റെങ്കിലും ഇരിക്കാതെ പോകാനൊക്കില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2-ാം അധ്യായം വായിച്ചു കഴിഞ്ഞു. സംഭവബഹുലമായ അടുത്ത അധ്യായത്തിലേക്ക് ഞാൻ വേഗം എത്താം. ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണേ. താങ്ക് യു.